ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനെ ഞാൻ കണ്ടില്ല. ഹെരോദസും കണ്ടില്ല. ഇവൻ അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ ഏറെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു നോമ്പുകാലത്ത് ക്രിസ്തുവിന്റെ പീഡ സഹന മരണ ഉത്ഥാനത്തെപ്പറ്റി ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ രക്ഷാരഹസ്യങ്ങളെ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആത്മീയ പ്രക്രിയയിൽ നമ്മളൊക്കെ വ്യാപരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് കോളേജിലെ ജീസസ് യൂത്ത് കുട്ടികളുമായി മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ എല്ലാവരും തിരിച്ചു വരുമ്പോഴും ആരുടെയും കണ്ണുകളിലൊന്നും ക്ഷീണം കണ്ടില്ല. ഒരു രാത്രിയിലെ ഉറക്കമൊന്നും ആർക്കും ഒന്നും അല്ലാത്തതുപോലെ. കാരണം ആ ഒരു യാത്രയ്ക്കും ആ ഒരു മലകയറ്റത്തിനും വലിയ ഒരു ദൗത്യബോധം ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ വലിയൊരു നിയോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ മനോഹരമാക്കുന്ന നിയോഗം, അത് ആ നിയോഗത്തിന്റെ സൗന്ദര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യമായിട്ടും നമ്മുടെ ജീവിതത്തെ ആയാസരഹിതമാക്കി മാറ്റുന്നതും. ഇവിടെ നമ്മൾ ഇന്നത്തെ വചനത്തിൽ നമ്മൾ ശ്രവിച്ചത് ക്രിസ്തു എന്ന മോചന ദ്രവ്യം, ക്രിസ്തു എന്ന മോചന ദ്രവ്യം അതിനെ മനുഷ്യൻ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, സ്വീകരിച്ചത് എന്നുള്ളതാണ്. നമ്മളിവിടെ കാണുന്ന ബറാബാസ് ഒരു വില്ലൻ കഥാപാത്രമാണോ അതോ ഒരു പ്രതിനായകനാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകാം. ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം അതൊരു അരമായിക് വാക്കാണ്, നെയ്മാണ്. അതിനകത്ത് ബാർ എന്ന് വെച്ചാൽ മകൻ എന്ന അർത്ഥം, ആബ എന്ന് വെച്ചാൽ പിതാവും. അപ്പോൾ പിതാവിന്റെ മകൻ എന്ന ബറാബാസിന്റെ അർത്ഥം. ശരിക്കും ഇവിടെ ബറാബാസ് നമ്മളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. നമ്മുടെ ഉള്ളിലെ നന്മതിന്മകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരാണ് ബറാബാസ് എന്നുള്ളത്. ഇവിടെ ഈ അപ്പന്റെ മകൻ, ശരിക്കുമുള്ള അപ്പന്റെ മകൻ മോചന ദ്രവ്യമായിട്ട് മാറുമ്പോഴാണ് ഈ അപ്പന്റെ മകൻ സ്വതന്ത്രനാക്കപ്പെടുക. അപ്പം ഈ ഭൂമിയിലെ അപ്പന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിലെ ഈ ഒരു ഭൂമിയിലെ ജീവിതത്തില് ഞാനെന്ന ബറാബാസിന് ശരിക്കും സ്വർഗീയ അപ്പന്റെ മകൻ, ദൈവത്തിന്റെ മകൻ മോചനദ്രവ്യമായി മാറിയ സംഭവമാണ്, കഥയാണ് നമ്മൾ ഒരു വലിയ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പെസഹ കാലത്ത് മുഴുവൻ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെല്ലാം അതാണ്, ക്രിസ്തു എന്ന മോചനദ്രവ്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു സാക്രിഫിഷ്യൽ ഗോഡ്, അല്ലെങ്കിൽ ഒരു ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടുകൾ, ആ കുഞ്ഞാടുകൾ ഒന്നിൽ കൂടുതൽ കുഞ്ഞാടുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും കുറിയിട്ട് ഒരു കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. അതിനർത്ഥം അവിടെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു സെലക്ഷൻ, ഈ ഒരു ചോയ്സ് ഇവിടെ ബറാബാസിന്റെ കാര്യത്തിൽ യഹൂദർക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഇവിടെ സംഭവിക്കുകയാണ്. അവരും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. നിങ്ങൾക്ക് ബറാബാസിനെ വേണോ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണോ, നിങ്ങൾ രാജാവെന്ന് വിളിക്കപ്പെടുന്ന മിശിഹായി വേണോ ക്രിസ്തുവിനെ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക എന്നുള്ളത്. ഒരു ആൾക്കൂട്ടത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ മനഃശാസ്ത്രമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിലും ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ആരാധനയും ആൾക്കൂട്ടത്തിന്റെ ശബ്ദാരവും ഒക്കെ പ്രാർത്ഥനയും നമ്മുടെ ഭക്തകർമ്മങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ മാറിയെന്നിരിക്കും വരാം. ഞാനെന്ന് പറഞ്ഞ വ്യക്തി, ഞാനെന്ന് പറഞ്ഞ ദൈവമകൻ, ദൈവമകൾ, ദൈവപിതാവിന്റെ മുമ്പിൽ നിന്ന് വ്യക്തിപ്രാഭവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു വ്യക്തി ധ്യാനം ആവശ്യമാണ്. ഈ വ്യക്തി ധ്യാനത്തിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരികയുള്ളൂ. പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി നമ്മൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് മല ചവിട്ടി മലയാറ്റൂരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുരിശിന്റെ വഴി നടത്തിയെന്ന് വരാം. പക്ഷെ അവിടെയൊന്നും ഈ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ നമുക്ക് ക്രിസ്തുവിനെ ഒരുപക്ഷെ കണ്ടെത്തിയെന്ന് വരികയില്ല. എവിടെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുക? എൻ്റെ വചന ധ്യാനത്തിലാണ്.
ആൾക്കൂട്ടത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന ക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലേ, മലമുകളിലേക്ക് കയറി പോകുന്ന ക്രിസ്തുവിനെയൊക്കെ. അപ്പോൾ ഇവിടെ ഈ ആൾക്കൂട്ടത്തിന്റെ പ്രത്യേകത, ആൾക്കൂട്ടത്തിനെ പറ്റി പലപ്പോഴും പറയുക അവരുടെ ബുദ്ധിശക്തി എന്നുള്ളത് പലപ്പോഴും ആവറേജോ ബിലോ ആവറേജോ ആയിരിക്കും എന്നാ പറയുക. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ കൊലപാതകം നടത്തുന്നതും ആൾക്കൂട്ടങ്ങൾ കല്ലെറിയുകയൊക്കെ ചെയ്യുന്നത്. ആൾക്കൂട്ടത്തില് വ്യക്തിചിന്ത എന്ന സംഭവം ഇല്ല. നമ്മള് സഭയിൽ ഒക്കെയുള്ള അനിഷ്ടങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകളും ഒക്കെ പലപ്പോഴും അവിടെ ഒരു വ്യക്തി, ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ധ്യാനമോ വ്യക്തിയുടെ ധ്യാനമോ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള കലഹങ്ങൾ നിറഞ്ഞ ആൾക്കൂട്ടത്തിന്റെ ആരവമായിട്ടൊക്കെ നമ്മുടെ ആത്മീയ ജീവിതം മാറുക. ഇന്ന് നമ്മൾ ഈ ഒരു രാത്രിയിൽ ഈ സായാഹ്നത്തിൽ നമ്മൾ ക്രിസ്തു ധ്യാനം നടത്തുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകളിലേക്കും വിഷമതകളിലേക്കുമുള്ള ക്രിസ്തുനാഥനെ ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറിയ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മശോധന നടത്തണം. പലപ്പോഴൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക. നമുക്ക് ശരിക്കുമുള്ള ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. ഈ ഒരു ആവറേജിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ സാമാന്യതയിൽ നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ആൾക്കൂട്ടത്തിന്റെ മനസ്സായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ദർശനം നമുക്ക് ഇല്ലാണ്ട് പോവുകയാണ്. ക്രിസ്തു ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണ് പറഞ്ഞത്, ഇടയില്ലാത്ത ആടുകളെ കാണുമ്പോൾ ക്രിസ്തുവിന് അനുകമ്പ തോന്നി എന്നാ പറയുക. ഇടയില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇടയിലില്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ ആട്ടിൻകൂട്ടങ്ങൾക്ക് സംഭവിക്കുക അവയ്ക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇടയനെ അനുഗമിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് മുൻപ് നടക്കാൻ ഒരു ഇടയനില്ലെങ്കിൽ അവിടെ ദിശാബോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന നല്ല ഇടയനെ അനുഗമിക്കുവാൻ ഞാൻ മുമ്പിൽ നിർത്തിയില്ലെങ്കിൽ, ക്രിസ്തുവിനെ പിൻഗമിക്കുവാനുള്ള വലിയ അഭിവാഞ്ചി എനിക്കില്ലെങ്കിൽ, അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ മുമ്പേ എന്ന രീതിയിൽ എൻ്റെ അഹംഭാവമാണ് എനിക്ക് മുമ്പേ നടക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ ഇടയില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ഈ ചിതറിക്കപ്പെടുമ്പോൾ ചെറിയൊരു അസുഖം വന്നാൽ മതി, ചെറിയൊരു അസ്വസ്ഥത വന്നാൽ മതി, നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കുന്ന ഇടയനില്ലാതെ പോകുന്ന യാത്രയായി ഞാൻ മാറും. ഇവിടെയാണ് തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തുവാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്. കാരണം ബറാബാസിന്റെ സ്വതന്ത്രനാക്കിയ ജനതയെ ആഗ്രഹിച്ചത് ക്രിസ്തുവിനെ നിഷേധിക്കലായിരുന്നു. അപ്പം ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു ലോക വ്യവസ്ഥിതിയില് നമ്മള് വ്യതിരക്തരായിട്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സ്വതന്ത്ര ചിന്തയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടാനാണ് നമുക്ക് ഈ ഒരു സായാഹ്നം ദൈവം നമുക്ക് തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഓശാന പാടിയുടെ ഒപ്പം ഒരുപക്ഷെ പലപ്പോഴും നമ്മളായിരിക്കാം. അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനക്കൂട്ടത്തിന്റെ കൂടെ ചിലപ്പോൾ ഞങ്ങളെ കണ്ടെത്തിയെന്നിരിക്കാം. അതിനെല്ലാം ഉപരിയായിട്ട് നിന്നെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റവും നിശബ്ദതയോടെ ചേർന്ന് അനുഗമിക്കുവാൻ, ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തക്ക വിധത്തിലുള്ള ആത്മീയ പക്വതയിലേക്ക് ഞങ്ങളെ വളർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ബറാബാസിനെ മാറ്റി നിർത്തുവാൻ പകരം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സ് തമ്പുരാനെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു സായാഹ്നത്തിലെ വചനധ്യാനം കൂടുതൽ അർത്ഥപൂർണ്ണമാകും നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആശീർവാദം കൂടെ തരാമോ? നമുക്ക് ഒരു നിമിഷം നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ എല്ലാം തമ്പുരാന് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.